വൈകുന്നേരം 6:30 മണിയായതും അന്നും അനില മക്കൾക്കുള്ള ചോറും കറിയും 2 പാത്രത്തിലേക്ക് വിളമ്പി. സമയമായില്ലേ അപ്പു, വേഗം കഴിക്കാൻ നോക്ക്. ഭക്ഷണം കഴിക്കാതെ പാത്രത്തിലേക്കും തന്നെയും മാറി മാറി നോക്കുന്ന അപ്പുവിനെ കണ്ട് അനില പറഞ്ഞു. നിന്നോടും കൂടിയാ മാളു പറയുന്നേ, വേഗം കഴിക്കാൻ നോക്ക്. എന്നിട്ട് വേഗം ചെന്ന് 2ആളും കിടന്നുറങ്ങിക്കോട്ടോ. അമ്മ അത് പറഞ്ഞതും മാളു കഴിക്കുന്നത് അല്പം കൂടി വേഗത്തിലാക്കി. അപ്പോഴേക്കും അനില അപ്പുവിന് വാരിക്കൊടുക്കാൻ തുടങ്ങിയിരുന്നു. അല്ലെങ്കിൽ അവന്റെ വയറ്റിലേക്ക് ഒന്നും എത്തില്ലെന്ന് അനിലയ്ക്ക് അറിയാമായിരുന്നു. അമ്മേ, നാളെ ടീച്ചർ പരീക്ഷ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് കുറച്ചിരുന്ന് പഠിച്ചോട്ടെ? മാളവിക എന്ന മാളു ചോദിച്ചു. അവളിപ്പോ 5-ാം ക്ലാസ്സിലാണ്. അപ്പു 2-ാം ക്ലാസ്സിലും. മാധവ് എന്നാണ് അപ്പുവിന്റെ ശരിക്കുമുള്ള പേര്. മാളു അത് ചോദിക്കുമ്പോൾ അനിലയ്ക്ക് എന്തു പറയണമെന്നറിഞ്ഞില്ല. അവൾ ദയനീയമായി മാളുവിനെയൊന്ന് നോക്കി. അച്ഛൻ ഇപ്പോ വരും മക്കളെ. അപ്പോഴേക്കും അമ്മയുടെ മക്കള് കഴിച്ചേച്ചും വേഗം ചെന്ന് കിടന്നോ. അച്ഛൻ ചോദിച്ചാ മക്കൾ ഉറങ്ങിപ്പോയെന്ന് അമ്മ പറഞ്ഞോളാം. എന്നിട്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കാം. ഇനി മാർക്ക് കുറഞ്ഞാല് അമ്മ ടീച്ചറോട് മോൾക്ക് സുഖമില്ലാഞ്ഞിട്ടാണെന്നോ അങ്ങനെ എന്തേലും പറഞ്ഞോളാം. ഇപ്പോ മക്കള് വേഗം ചെന്നുറങ്ങിക്കോ. അനിലയ്ക്ക് മക്കളെ എങ്ങനെയെങ്കിലും വേഗമൊന്ന് ഉറക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ വെപ്രാളമായിരുന്നു അവൾക്ക്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും മാളു തന്നെ അപ്പുവിനെ വിളിച്ചു കൊണ്ടുപോയി കൈയും വായും മുഖവുമെല്ലാം കഴുകിച്ചു. രാത്രിയായാൽ പുറത്തെ ബാത്റൂമിൽ ഒറ്റയ്ക്ക് പോകാൻ അവർക്ക് 2 പേർക്കും പേടിയാണ്. അതുകൊണ്ട് മൂത്രമൊഴിക്കാൻ പേടിക്ക് കൂട്ടിനായി അനില ബാത്റൂമിന് പുറത്ത് കാവൽ നിന്നുകൊടുത്തു. ശേഷം അവർ തിരിച്ചു വന്ന് കട്ടിലിൽ കയറി കിടന്നപ്പോഴാണ് അനിലയ്ക്ക് സമാധാനമായത്. ഇനി അങ്ങേര് വന്നാലും ഉറങ്ങിയെന്ന് കള്ളം പറയാലോ. ആ ഒരു സമാധാനമായിരുന്നു അനിലയുടെ ഉള്ളിൽ. മാത്രവുമല്ല, അച്ഛൻ വെള്ളമടിച്ച് 4 കാലിൽ വരുന്നത് മക്കൾ കാണുകയുമില്ലല്ലോ. അവൾ വേഗം ചെന്ന് അപ്പുവിന് കൊടുത്ത ബാക്കി ചോറിലേക്ക് കുറച്ചുകൂടി ചോറും കറിയും എടുത്ത് കൂട്ടിക്കുഴച്ച് ധൃതിയിൽ കഴിക്കാൻ തുടങ്ങി. ചവച്ചരയ്ക്കാൻ കൂടി നേരമില്ലാതെ ഇറക്കിയിടുന്നതുകൊണ്ടാകണം ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയിൽ തട്ടുന്നത്. അത് മാറാനായി വെള്ളം കുടിക്കുമ്പോൾ അത് തരിപ്പിലും പോകുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ വേഗം കഴിച്ചു തീർത്ത് അവൾ പാത്രങ്ങളെല്ലാം കഴുകിവെച്ച് മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച അനിലയുടെ മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു. അപ്പുവിനെ തന്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചുറങ്ങുന്ന മാളു. മാളുവിന്റെ നെഞ്ചോട് ചേർന്നു കിടക്കുന്ന അപ്പുവിന്റെ കുഞ്ഞി കൈകളും അവളെ വലയം ചെയ്തിട്ടുണ്ട്. അതുകണ്ട് അനിലയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ മക്കൾക്കരികിലായി കയറിക്കിടന്നു. ഉറങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കം കണ്ണുകളെ വന്നു നോക്കുന്നു പോലുമില്ല. നെഞ്ചു പിടയ്ക്കുന്ന, സമാധാനം കളയുന്ന ചിന്തകൾ മാത്രം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് അനില ഞെട്ടി ഉണർന്നു. മുറിയിലെ ചുമരിൽ ആണിയടിച്ച് തൂക്കിയിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. ചിന്തകൾക്കിടയിൽ എപ്പോഴോ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയിരുന്നു. വാതിലിലുള്ള തട്ട് ഇപ്പോൾ നിന്നിട്ടുണ്ട്. പകരം നാക്കുകുഴഞ്ഞുള്ള സംസാരം ഉറക്കെ കേൾക്കുന്നുണ്ട്. അവൾ തന്റെ അരികിൽ കിടക്കുന്ന മക്കളെ ഒന്ന് നോക്കി. ശേഷം അവരുടെ നെറുകിലൂടെ ഒന്ന് തലോടി. പിന്നെ വേഗത്തിൽ അഴിഞ്ഞുലഞ്ഞ മുടി വാരിക്കെട്ടി മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. രാത്രിയിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മക്കളെയും കൂട്ടി മുറിയിൽ വന്നു കിടക്കും. ആ സമയം മുറിയിലെ വാതിൽ മാത്രം ലോക്ക് ചെയ്യാറാണ് പതിവ്. ഉമ്മറത്തെ വാതിൽ ലോക്ക് ചെയ്യാതെ വെറുതെ അടച്ചിടും. ആള് വരുന്ന സമയം വാതിൽ തുറന്നു കൊടുക്കാതെ താൻ എങ്ങാനും ഉറങ്ങിപ്പോയാൽ പിന്നെ അന്നത്തെ കാര്യം എന്നത്തേതിലും കഷ്ടമാകും. അതുകൊണ്ടാണ് ഉമ്മറത്തെ വാതിൽ അകത്തുനിന്നും ലോക്ക് ചെയ്യാതെ വന്നു കിടക്കുന്നത്. അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അയാൾ ഹാളിൽ നിലത്ത് ചുമര് ചാരിയിരിപ്പുണ്ട്. ഇന്നും മോശമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുടിച്ചിട്ടുണ്ട്. അയാളിൽ നിന്നും വമിക്കുന്ന മദ്യത്തിന്റെ ദുർഗന്ധം കാരണം അറപ്പോടെ അനില മൂക്ക് പൊത്തിക്കളഞ്ഞു. രമേശന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം 12 ആയെങ്കിലും മദ്യത്തിന്റെ മണം ഇന്നും അനിലയ്ക്ക് ഒരു തരം അസ്വസ്ഥതയാണ്. അറപ്പോടെ, അതിനേക്കാൾ ഉപരി വെറുപ്പോടെ രമേശനെ നോക്കി നിൽക്കുമ്പോഴാണ് അയാൾ തലയുയർത്തി നോക്കിയത്. മുറിയുടെ വാതിൽക്കൽ തന്നെ നിൽക്കുന്ന അനിലയെ കണ്ട് രമേശന്റെ നെറ്റി ചുളിഞ്ഞു. നീ എന്താടി അവിടെ തന്നെ നിൽക്കുന്നേ? നിനക്ക് കണ്ണു കാണാൻ വയ്യേ ഞാൻ വന്നത്? ചെന്ന് എന്തേലും കഴിക്കാൻ എടുത്തോണ്ട് വാടി. അയാൾ അവൾക്ക് നേരെ മുരണ്ടതും മറുത്തൊന്നും പറയാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു. ചെമ്പിലെ അവസാനത്തെ വറ്റും പ്ലേറ്റിലേക്ക് വടിച്ചിട്ടു. ചെറിയൊരു പാത്രത്തിലേക്ക് മുളകിട്ട് വെച്ച കുഞ്ഞൻമത്തിയുടെ കറി കൂടി ഒഴിച്ചെടുത്തു. പിന്നെ അത് രണ്ടുമെടുത്ത് ഹാളിലേക്ക് നടന്നു. ഉള്ള ഭക്ഷണത്തിൽ ആദ്യം വയറു നിറയ്ക്കുന്നത് മക്കളുടേതാണ്. എന്നിട്ട് അതിൽ തന്നെ കുറച്ചുകൂടി വിളമ്പി എന്തേലും കഴിച്ചെന്ന് വരുത്തി കിടക്കാറാണ് പതിവ്. പക്ഷേ വിവരം വെച്ച് തുടങ്ങിയതിന് ശേഷം ചോറ് വിളമ്പുന്ന സമയം മക്കൾ 2 പേരും അടുക്കളയിൽ തന്നെ നിൽക്കും. അമ്മയ്ക്ക് കൂടി ചോറുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ടേ അവർ കഴിക്കുകയുള്ളൂ.
ആദ്യമൊന്നും അനിലയ്ക്ക് കാര്യം മനസ്സിലായിരുന്നില്ല. പിന്നീട് മനസ്സിലായപ്പോൾ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കരയുകയാണ് ചെയ്തത്. ഇന്നും താൻ ജീവിച്ചിരിക്കാനുള്ള ഏക കാരണം. അവൾ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. എല്ലാ രാത്രിയിലും അയാൾക്കുള്ള ഒരു പ്ലേറ്റ് ഭക്ഷണം അവൾ എന്തായാലും കരുതും. അല്ലെങ്കിൽ പിറ്റേന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യമുണ്ടാവില്ല. അത്ര കണ്ട് അയാൾ ദ്രോഹിക്കും. എങ്കിലും എത്രയൊക്കെ ദ്രോഹിച്ചാലും പട്ടിണിക്കിടാൻ തോന്നിയിട്ടില്ല. അത് വിശപ്പിന്റെ വില നന്നായി അറിഞ്ഞതുകൊണ്ട് കൂടിയാണ്. കുടിച്ച് ചൂടായി വന്ന് ചോറിന്റെ ചെമ്പും കറിപ്പാത്രവും എടുത്ത് മുറ്റത്തേക്കെറിയുന്ന ദിവസങ്ങളിൽ തന്റെ മക്കൾ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. തല്ല് കിട്ടുമ്പോൾ വേദനിച്ചു കരയുന്നതിനേക്കാൾ കൂടുതൽ അവൾ കരഞ്ഞിട്ടുള്ളത് കണ്ടവന്റെ അടുക്കളപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഭക്ഷണമുണ്ടാക്കി വെച്ചിട്ടും വിശന്ന വയറോടെ അവളുടെ മക്കൾ കിടന്നുറങ്ങിയപ്പോഴാണ്. അങ്ങനെ ഒരു കൃത്യസമയമില്ലാതെ തോന്നുമ്പോൾ കയറി വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ വൈകിട്ട് 6:30 മണിയാകുമ്പോഴേക്കും മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് അവൾ ഉറക്കിക്കിടത്തുന്നത്. നിലത്ത് ബോധമില്ലാതെ ആടിയാടിയിരിക്കുന്ന അയാൾക്ക് മുൻപിൽ ചോറും കറിയും അവൾ കൊണ്ടുവച്ചു. ശേഷം ഒരു പാത്രത്തിൽ കുടിക്കാനുള്ള വെള്ളവും. ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ മേശയുണ്ടെങ്കിലും അയാൾക്ക് നിലത്തിരുന്ന് വിസ്തരിച്ച് കഴിക്കുന്നതാണ് ശീലം. കൈ പോലും കഴുകാതെ അയാൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അയാൾ കഴിച്ചു തീരുവോളം അവൾ ആ വാതിൽക്കൽ തന്നെ നിന്നു. വെള്ളം കുടിച്ച ശേഷം പ്ലേറ്റിലേക്ക് കൈ കാണിച്ച് അവിടെ നിന്നും തന്നെ കൈയും കഴുകി. പിന്നെ അവിടെ ആ നിലത്ത് തന്നെ അങ്ങ് നിവർന്നു കിടന്നു. ഒരടി പോലും എഴുന്നേറ്റ് നടക്കാനാവാതെ അത്രമേൽ അവശനായിരുന്നു അയാൾ. മദ്യം അയാളെ അത്രമേൽ അവശനാക്കിയിരുന്നു. അവൾ പാത്രങ്ങളെല്ലാം പെറുക്കിയെടുത്തു കൊണ്ടുപോയി കഴുകി വെച്ചു. പിന്നെ ഭക്ഷണം കഴിച്ച ഇടം മാത്രം നന്നായി ഒന്ന് തുടച്ചെടുത്തു. അല്ലെങ്കിൽ രാവിലെയാകുമ്പോഴേക്കും ഉറുമ്പിന്റെ ഒരു കളി തന്നെയായിരിക്കും. കൈയും കാലും മുഖവുമൊക്കെ കഴുകി മുറിയിലേക്ക് വരുമ്പോൾ രമേശൻ ഉറങ്ങിയിരുന്നു. കുടിച്ച് ബോധമില്ലാതെ ഹാളിൽ വെറും നിലത്ത് കിടന്നുറങ്ങുന്ന രമേശനെ കണ്ട് ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അനില മുറിയിൽ കയറി വാതിലടച്ചു. മക്കളെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഇപ്പോൾ കുറച്ചു ദിവസം ആയിട്ടേ ഉള്ളൂ രാത്രിയിലെ തല്ലും വഴക്കും ഇല്ലാതെയായിട്ട്. അതിനി എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അറിയില്ല. കുടിക്കുമെങ്കിലും ദേഹം നോവാതെ കിടന്നുറങ്ങാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ചെറിയൊരു ആശ്വാസമുണ്ട്. മക്കളോട് ചേർന്നു കിടന്നുകൊണ്ട് തന്നെ അനിലയും എപ്പോഴോ ഉറങ്ങിപ്പോയി. പതിവ് പോലെ തന്നെ പിറ്റേന്ന് പുലർച്ചെ 4 മണിക്ക് തന്നെ അനിലയുണർന്നു. നല്ല തണുപ്പുണ്ട്. മക്കളെ നന്നായി ഒന്നുകൂടി പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അനില എഴുന്നേറ്റു. മാളുവിന് ഇന്ന് പരീക്ഷയാണ്. രാവിലെ എഴുന്നേറ്റ് പഠിക്കാമെന്ന് പറഞ്ഞതാണ്. 5 മണിയെങ്കിലും ആവട്ടെ, എന്നിട്ട് വിളിക്കാം, അനില വിചാരിച്ചു. വാതിൽ തുറന്ന് ഹാളിലെത്തിയപ്പോൾ സീറോ ബൾബിന്റെ വെളിച്ചത്തിൽ കണ്ടു മേശയ്ക്കടിയിലായി ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന രമേശനെ. അവളത് കാര്യമാക്കാതെ അടുക്കളയിലേക്ക് നടന്നു. പല്ലു തേച്ച് വേഗത്തിലൊരു കുളിയും പാസാക്കി അവൾ അടുക്കളയിലേക്ക് വന്നു. ചായക്കുള്ള വെള്ളം ഗ്യാസിൽ വെച്ച് അവൾ സാധനങ്ങൾ ഇട്ടുവെക്കുന്ന വലിയ ബക്കറ്റ് തുറന്നു നോക്കി. അജ്മിയുടെ പുട്ടു പാക്കറ്റിൽ ബാക്കിയുണ്ടായിരുന്ന പുട്ടുപൊടി എടുത്ത് നനച്ചു വെച്ചു. അപ്പോഴേക്കും വെള്ളം തിളച്ചിരുന്നു. അവൾ വേഗം ചായപ്പൊടി ചേർത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു. ശേഷം പഞ്ചസാര കൂടി ചേർത്തിളക്കി അവൾ അത് അടച്ചു വെച്ചു. പിന്നെ അവൾ ചെന്ന് വീടിനകവും മുറ്റവും അടിച്ചു വാരി. അതു കഴിഞ്ഞു വരുമ്പോഴേക്കും പുട്ടിനുള്ള പൊടി നന്നായി പുതിർന്നിരുന്നു. അല്പം തേങ്ങ കൂടി ചിരവി അത് പുട്ടുണ്ടാക്കുന്നതിനിടയിൽ ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിരുന്നു. വെള്ളം തിളച്ചതും അരി കഴുകി അടുപ്പത്തിട്ടു. അപ്പോഴേക്കും പുട്ടുണ്ടാക്കി കഴിഞ്ഞിരുന്നു. ശേഷം 2 തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുത്തു. അടുക്കളയിലെ റാക്കിൽ വെച്ചിരിക്കുന്ന ഫോൺ എടുത്തു നോക്കിയപ്പോഴേക്കും സമയം 5 മണിയായിട്ടുണ്ട്. നേരെ മുറിയിലേക്ക് ചെന്നു. നോക്കുമ്പോൾ മാളുവും അപ്പുവും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കമാണ്. 5ാം ക്ലാസ്സിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ, പോരാത്തതിന് നല്ല തണുപ്പും. അനിലയ്ക്ക് മാളുവിനോട് പാവം തോന്നി. ഇപ്പോഴേ വിളിച്ചുണർത്താൻ അനിലയ്ക്ക് തോന്നിയില്ല. അവൾ അടുക്കളയിലേക്ക് തന്നെ വന്നു. രമേശൻ വരുന്നതുവരെ പഠിക്കാനിരുത്താൻ അനിലയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അതിന് സമ്മതിക്കാത്തത് അവളുടെ അമ്മ മനസ്സ് തന്നെയാണ്. ഒരിക്കൽ ഇതുപോലെ കുടിച്ചു കയറി വന്ന ദിവസം അയാൾ അനിലയെ ഒരുപാട് മർദ്ദിച്ചു. അച്ഛൻ അമ്മയെ ക്രൂരമായി തല്ലുന്നത് കണ്ട് ആ 2 കുഞ്ഞുങ്ങൾ നിലവിളിച്ചു കരഞ്ഞു. കരച്ചിൽ കേട്ടിട്ടാകണം കരയുന്ന കുഞ്ഞുങ്ങളെയും അയാൾ തല്ലാൻ ചെന്നു. അന്നത് എങ്ങനെയാണ് തടഞ്ഞതെന്ന് അനിലയ്ക്ക് മാത്രമേ അറിയൂ. അല്ലെങ്കിലും എത്ര തളർന്നാലും മക്കൾക്ക് വേദനിക്കുമെന്ന് തോന്നിയാൽ ഏതമ്മയാണ് കണ്ടു നിൽക്കുക? അതിനുശേഷം 4 ദിവസമാണ് മാളുവും അപ്പുവും പനി പിടിച്ചു കിടന്നത്. ഇപ്പോഴും അവർക്ക് അച്ഛനെ കാണുന്നത് തന്നെ പേടിയാണ്. അച്ഛൻ വിളിക്കുമ്പോൾ പേടിച്ചു പേടിച്ചാണ് ആ മക്കൾ അച്ഛനരികിലേക്ക് ചെല്ലുന്നത് പോലും. കുടിക്കാത്ത സമയങ്ങളിൽ രമേശിനെ കൊണ്ട് വലിയ ദേഹോപദ്രവം ഒന്നും ഉണ്ടാകാറില്ല.
എന്നാൽ കുടിച്ചു കഴിഞ്ഞാൽ അയാൾ അയാളല്ലാതാവും. അയാളുടെ രൂപവും ഭാവവും മാറും. ചില ദിവസങ്ങളിൽ വീട്ടിൽ അരിയുണ്ടോ എന്ന് പോലും അയാൾ ചിന്തിക്കാറില്ല. കൂട്ടത്തിൽ കുടിക്കാനുള്ള പൈസ കൂടി അനിലയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോകും. തക്കാളിയും ഉള്ളിയും ചേർത്ത് ചെറിയൊരു തട്ടിക്കൂട്ട് കറിയും തേങ്ങാച്ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുത്തപ്പോഴേക്കും അടുക്കളയിലെ പാചകപ്പണി ഏകദേശം കഴിഞ്ഞിരുന്നു. ചോറ് നോക്കിയപ്പോൾ വെന്തു വരുന്നതേയുള്ളൂ. റേഷനരി ആയതുകൊണ്ട് വേഗം വെന്തു കലങ്ങിപ്പോകും. അതുകൊണ്ടവൾ അടുപ്പിലെ കനൽ കുറച്ചിട്ടു. ശേഷം അലക്കാൻ ബാക്കിയുണ്ടായിരുന്ന 2-3 തുണികൾ കൂടി എടുത്ത് അടുക്കളപ്പുറത്തേക്കിറങ്ങി. കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ തുടങ്ങിയതും എണ്ണമയമില്ലാതെ കിടന്ന കപ്പിയും ഉറക്കെ കരഞ്ഞു തുടങ്ങി. വേഗത്തിൽ തുണിയെല്ലാം അലക്കി വിരിച്ചു വരുമ്പോൾ മാളു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുന്നുണ്ട്. ആ മോള് എഴുന്നേറ്റോ? ചെന്ന് പല്ലു തേച്ച് മുഖമെല്ലാം കഴുകി വാ. അപ്പോഴേക്കും അമ്മ ചൂട് ചായ തരാം. അതും കുടിച്ച് പഠിച്ചാൽ മോൾക്ക് ക്ഷീണം തോന്നില്ല കേട്ടോ. അനില മാളുവിൻ്റെ മുടിയിലൂടെയൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. മാളു അതിനൊന്ന് തലയാട്ടി അവളുടെ കുഞ്ഞു ബ്രഷും എടുത്തുകൊണ്ട് അടുക്കളയിലെ സ്റ്റെപ്പിൽ വന്നിരുന്നു. പല്ലു തേച്ചു വന്ന മാളുവിന് ഒരു ഗ്ലാസ്സിൽ ചൂട് കട്ടൻ ചായയും 4-5 ബിസ്ക്കറ്റും എടുത്തു കൊടുത്തു. അവൾ അത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനില ചോറിൻ ചെമ്പ് വെള്ളം പോകാൻ വാർത്തുകുത്തി. തലേന്നത്തെ മീൻകറി കുറച്ച് ബാക്കിയുള്ളത് മൺചട്ടിയോടെ തന്നെ ആ അടുപ്പത്തേക്ക് ഇറക്കി വെച്ചു. കനലിൻ്റെ ചൂടുകൊണ്ട് വറ്റി വന്നോളും. പിന്നെ കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങൾ കൂടി കഴുകി വെച്ചു. ശേഷം മാളുവിന് അരികിൽ വന്നിരുന്നു. അവളുടെ ബുക്ക് വാങ്ങി പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം അവൾക്ക് മനസ്സിലാകുന്നത് പോലെ വേഗത്തിലൊന്ന് പറഞ്ഞു കൊടുത്തു. 5-ാം ക്ലാസ്സിലാണെങ്കിലും മാളുവിന് പഠിക്കാൻ വല്ലാത്തൊരിഷ്ടമാണ്. വീട്ടിലെ അവസ്ഥയും അമ്മയുടെ കഷ്ടപ്പാടും കാണുന്നതുകൊണ്ടാകണം പ്രായത്തിൽ കവിഞ്ഞ പക്വതയും അവൾക്കുണ്ട്. അതാണ് അനിലയ്ക്ക് ഏറ്റവും സമാധാനവും. മാളു ഈ ചെറിയ പ്രായത്തിൽ തന്നെ എപ്പോഴും പറയും, അവൾക്ക് പഠിച്ച് പണി കിട്ടിയാൽ അമ്മ പിന്നെ ഒരിക്കലും കഷ്ടപ്പെടേണ്ടെന്ന്. കുറച്ചു നേരം കൂടെയിരുന്ന് മാളുവിന് പറഞ്ഞു കൊടുത്ത ശേഷം അനില മുറിയിലേക്ക് ചെന്നു. അപ്പു നല്ല ഉറക്കത്തിലാണ്. കുഞ്ഞല്ലേ, അവൾക്ക് അവനെയും വിളിക്കാൻ തോന്നിയില്ല. അവൾ വീണ്ടും അടുക്കളയിലേക്ക് വന്നു. പണിക്ക് പോകുന്ന വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കൂർക്കല് കുറച്ചധികം ഇരിപ്പുണ്ട്. ഇന്നലെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് അവർ കടയിൽ നിന്നും അത് കൊണ്ടുവന്നത്. പിന്നെ അവിടെ നിന്നും നന്നാക്കാൻ തോന്നിയില്ല. സ്കൂൾ വിട്ട് മക്കൾ വീട്ടിലെത്തുമ്പോഴേക്കും വീട്ടിലെത്തണം. അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നന്നാക്കാനുള്ള കുറുക്കല് എല്ലാം കൂടി അവർ വീട്ടിലേക്ക് കൊടുത്തു. ഇത് നീ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് ചെറിയൊരു കവറിൽ പ്രത്യേകമായി അവൾക്കും കുറച്ച് കുറുക്കല് കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ അവൾ വാങ്ങിക്കുകയുള്ളൂ എന്ന് അവൾ ജോലിക്ക് പോകുന്ന വീട്ടുകാർക്ക് അറിയാമായിരുന്നു. അവൾ അതെല്ലാം കൂടി വലിയൊരു മുറത്തിലേക്ക് ചൊരിഞ്ഞു. എന്നിട്ട് അതുമെടുത്ത് അടുക്കളപ്പടിയിൽ വന്നിരുന്നു. ഞാൻ സഹായിക്കണോ അമ്മേ? കുറച്ചു കഴിഞ്ഞതും ബുക്ക് മടക്കി വെച്ച് മാളു അമ്മയ്ക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അനില മാളുവിനെ ഒന്ന് തലയുയർത്തി നോക്കി. ആള് 5-ാം ക്ലാസ്സിലാണെങ്കിലും കാണാൻ അത്രയൊന്നുമില്ല. പക്ഷെ സംസാരം ചിലപ്പോൾ വലിയ ആളുകളെപ്പോലെയാണ്. അത്യാവശ്യം എല്ലാ ജോലികളും മാളു ചെയ്യും. എങ്കിലും അനില കത്തി അങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കാറില്ല. കൈയെങ്ങാനും മുറിഞ്ഞു പോയാൽ അതിൻ്റെ പിന്നാലെയും അവൾ തന്നെ നടക്കണം. വേണ്ട, ഇത് അമ്മ ചെയ്തോളാം. കയ്യിലൊക്കെ കറയാകും. പഠിച്ചു കഴിഞ്ഞെങ്കിൽ മോള് ചെന്ന് കുളിക്കാൻ നോക്ക്, അനില പറഞ്ഞു. അതു കേട്ട് മാളു യൂണിഫോമും തോർത്തും എടുത്ത് കുളിമുറിയിലേക്ക് നടന്നു. മാളുവിന് കുളിക്കാനുള്ള വെള്ളം അനില ആദ്യമേ കുളിമുറിയിലെ ബക്കറ്റിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. അനില അതും പറഞ്ഞുകൊണ്ട് വേഗം ചെന്ന് വിറകടുപ്പിൽ തന്നെ അത്യാവശ്യം വലിയൊരു ചെമ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചു. അത് ചൂടാകുമ്പോഴേക്കും അനില വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന പണി തുടർന്നു. മാളു വെറുതെ അതെല്ലാം നോക്കി അമ്മയ്ക്കരികിലിരുന്നു. ഇടയ്ക്ക് സ്കൂളിലെ വിശേഷങ്ങളെല്ലാം തകൃതിയായി തന്നെ പറയുന്നുണ്ട്. വെള്ളം ചൂടായപ്പോൾ അനില തന്നെ അതെടുത്ത് കുളിമുറിയിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തു. ശേഷം അതിലേക്ക് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് ചൂട് പാകത്തിനാക്കി. മാളു കുളിച്ചു വരുമ്പോഴും അനിലയുടെ കൂർക്കല് നന്നാക്കൽ തീർന്നിട്ടില്ല. മാളു, അപ്പുവിനെ ചെന്ന് വിളിക്കി. ഇപ്പോൾ വിളിച്ചാലേ കുറച്ച് കഴിഞ്ഞാലെങ്കിലും എഴുന്നേൽക്കൂ. അനില പറഞ്ഞതും മാളു തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. ഹാളിലെത്തിയതും കണ്ടു മേശയ്ക്കടിയിലായി കിടക്കുന്ന അച്ഛനെ. മാളുവിന് വല്ലാത്ത സങ്കടം തോന്നി. തൻ്റെ കൂട്ടുകാരുടെ അച്ഛനൊന്നും ഇങ്ങനെയല്ല. അവരൊക്കെ അവരുടെ അച്ഛനെ പറ്റി പറയുന്നത് കേൾക്കണം. വൈകുന്നേരം പണി കഴിഞ്ഞു വരുമ്പോൾ അത് കൊണ്ടുവന്നു, ഇത് കൊണ്ടുവന്നു, പാർക്കിൽ പോയി, ബീച്ചിൽ പോയി, സിനിമ കണ്ടു, അവരുടെ കൂടെ ഒത്തിരി നേരം ഇരുന്ന് കളിച്ചു എന്നൊക്കെ. അതൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷം കാണണം. കേൾക്കുമ്പോൾ തന്നെ കൊതി തോന്നും. പക്ഷേ ഞങ്ങളുടെ അച്ഛനെന്താ ഇങ്ങനെ? കുടിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ?
എന്നാൽ അച്ഛന് കുടിക്കാതിരുന്നൂടെ? അച്ഛൻ എന്തെങ്കിലും കുടി നിർത്തുമോ? അങ്ങനെ നിർത്തിയാൽ ഞങ്ങളെ അച്ഛനും അതുപോലെയൊക്കെ ആവുമല്ലേ? ഞങ്ങളെയും ഒരുപാട് സ്നേഹിക്കുമായിരിക്കുമല്ലേ? മാളുവിൻ്റെ കുഞ്ഞു മനസ്സ് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. എന്നാൽ പെട്ടെന്നാണ് രമേശൻ ഉറക്കത്തിലൊന്ന് ഞെരങ്ങിയത്. അതു കണ്ടതും മാളു സ്വപ്നലോകത്ത് നിന്ന് താഴേക്കെത്തിയിരുന്നു. അച്ഛൻ ഉണരുകയാണെന്ന് കരുതി അവൾ പേടിയോടെ വേഗം മുറിയിലേക്ക് കയറി. ശേഷം വാതിലിന് പിറകിൽ ഒളിച്ചു നിന്നുകൊണ്ട് അച്ഛനെ ഒന്ന് നോക്കി. ഉറക്കത്തിൽ തിരിഞ്ഞു കിടന്നതാണെന്ന് മനസ്സിലായതും മാളുവിന് വല്ലാത്ത ആശ്വാസം തോന്നി. അവൾ വാതിൽ ചാരി വെച്ചുകൊണ്ട് അപ്പുവിന് അരികിലേക്ക് വന്നു. കുഞ്ഞിച്ചക്കൻ നല്ല ഉറക്കമാണ്. മാളു ഒരു പുഞ്ചിരിയോടെ അപ്പുവിനെ നോക്കി നിന്നു. മാളുവിന് ഒത്തിരി ഇഷ്ടമാണ് അവളുടെ കുഞ്ഞനിയനെ. അവൾ പുഞ്ചിരിയോടെ തൻ്റെ തണുത്ത കൈ അവൻ്റെ കുഞ്ഞിക്കവിളിൽ ചേർത്തു വെച്ചു. അപ്പോൾ കുളിച്ചു വന്നതായതുകൊണ്ട് തന്നെ അവളുടെ കൈകൾക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. മുഖത്ത് തണുത്ത കൈകൾ പതിഞ്ഞതും അപ്പു ഒന്ന് ചിണുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു. കണ്ണു തുറന്നതും കാണുന്നത് കുളിച്ച് യൂണിഫോം ഇട്ട് ചിരിയോടെ നിൽക്കുന്ന മാളുവിനെയാണ്. ചേച്ചി! അപ്പു മാളുവിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ മേലേക്ക് ചാഞ്ഞു. മതിയടാ അപ്പു, എന്തൊരുറക്കാ ഇത്. നമുക്ക് എണീറ്റ് കുളിച്ച് റെഡിയാവണ്ടേ? മാളു അവനെ കൊഞ്ചിച്ചു. ആ വേണം. അതും പറഞ്ഞുകൊണ്ട് അപ്പു കട്ടിലിൽ നിന്നും ചാടിയിറങ്ങി. അപ്പുവിനും സ്കൂളിൽ പോകാൻ വല്ലാത്ത ഉത്സാഹമാണ്. പഠിക്കാനുള്ള താല്പര്യം കൊണ്ടല്ലാട്ടോ. അവന് കളിക്കാൻ ഒത്തിരി കൂട്ടുകാരുണ്ട് അവിടെ, അതാണ് കാരണം. അപ്പു കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങുമ്പോൾ മാളു അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. ഒരു ചിരിയോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടിയപ്പോഴാണ് ഹാളിൽ നിലത്ത് കിടന്നുറങ്ങുന്ന അച്ഛനെ അവൻ കണ്ടത്. അതോടെ അവൻ്റെ കുഞ്ഞിക്കാലുകൾ ഒന്നു നിന്നു. അവൻ പേടിയോടെ മാളുവിനെ തിരിഞ്ഞു നോക്കി. പേടിക്കണ്ട അപ്പു, അച്ഛൻ നല്ല ഉറക്കാ. മാളു അപ്പുവിൻ്റെ കാതിൽ രഹസ്യം പറഞ്ഞു. അപ്പു മാളുവിനെ ഒന്ന് നോക്കിയ ശേഷം മെല്ലെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെത്തിയതും അപ്പു ഹാളിലേക്കൊന്ന് എത്തി നോക്കി. അച്ഛൻ അപ്പോഴും ഉറക്കമാണെന്ന് കണ്ട് അപ്പു അമ്മയ്ക്കരികിലേക്ക് വേഗത്തിൽ ചെന്നു. അടുക്കളപ്പടിയിലിരുന്ന് പണിയെടുക്കുന്ന അമ്മയുടെ പിറകിലൂടെ ചെന്ന് കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു അപ്പു. ആഹാ, അമ്മയുടെ പൊന്ന് എഴുന്നേറ്റോ? അനിലയൊന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അപ്പുവിനോട് ചോദിച്ചു. അതിന് അപ്പുവും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അനിലയുടെ കവിളിൽ മുത്തി. അവളുടെ അമ്മ മനസ്സ് സന്തോഷം കൊണ്ട് നിറയാൻ അതുമാത്രം മതിയായിരുന്നു. അമ്മയുടെ അപ്പുക്കുട്ടൻ ചെന്ന് പല്ലു തേച്ച് കുളിച്ചു വാ, എന്നിട്ട് നമുക്ക് ചായ കുടിച്ച് സുന്ദരക്കുട്ടനായി സ്കൂളിൽ പോകാം. അനില സ്നേഹത്തോടെ അത് പറഞ്ഞതും അപ്പു അതിന് തലയാട്ടി. അപ്പോഴേക്കും മാളു അവൻ്റെ കുഞ്ഞു ബ്രഷിൽ പേസ്റ്റാക്കി അവിടേക്ക് വന്നു. അപ്പു പല്ല് തേച്ചു കഴിയുമ്പോഴേക്കും അനില അപ്പുവിനുള്ള ചൂടുവെള്ളം കുളിമുറിയിൽ കൊണ്ടുപോയി ഒഴിച്ചിരുന്നു. തണുത്ത വെള്ളം കൂടി കൂട്ടി ചൂട് പാകത്തിനാക്കിയ ശേഷം അനില തിരിച്ചു വന്നു. അപ്പു തനിയെ തന്നെയാണ് കുളിക്കാറ്. കുളിച്ചു കഴിഞ്ഞാൽ അനില നന്നായി തല തോർത്തി കൊടുക്കും. കുളി കഴിഞ്ഞ് യൂണിഫോം ഇട്ട് അപ്പു കൂടി വന്നതും അനില രണ്ട് മക്കൾക്കുമുള്ള ചായയുമായി ഉമ്മറത്തേക്ക് വന്നു. ഉമ്മറത്തെ തിണ്ണയിലിരുന്നാണ് രാവിലെ ചായ കുടിക്കാറ്. പുട്ടും പഴവും രണ്ടു പേർക്കും ഇഷ്ടമാണ്. അതാവുമ്പോൾ രാവിലെ വയറു നിറച്ച് കഴിച്ചോളും. അമ്മേ, വണ്ടി പൈസ ആയോ എന്ന് ചോദിച്ചിരുന്നു. കഴിക്കുന്നതിനിടയിൽ മാളു അനിലയോട് പറഞ്ഞു. അതു കേട്ടതും അനില മാളുവിനെ ഒന്ന് നോക്കി. നാളെ കൊടുക്കാം മോളെ, ഇന്ന് വണ്ടി വരുമ്പോൾ അമ്മ പറഞ്ഞോളാം, അനില പറഞ്ഞു. മാളു അതിനൊന്ന് തലയാട്ടി. വണ്ടിയിൽ പറഞ്ഞയക്കാനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിട്ടല്ല. വീട്ടിൽ നിന്നും നടക്കാവുന്നതിനേക്കാൾ ദൂരമുണ്ട് സ്കൂളിലേക്ക്. മാത്രവുമല്ല, അധികം ആളുകളൊന്നും ഇല്ലാത്ത ഇടവഴികളാണ് അധികവും. അവരെ തനിച്ച് അവിടം വരെ നടന്നു പറഞ്ഞയക്കുക എന്ന് വെച്ചാൽ പേടിയാണ്. ഈ ഭാഗത്തുള്ള എല്ലാ മക്കളും ആ വണ്ടിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഒട്ടും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വണ്ടിയിൽ തന്നെ പറഞ്ഞയക്കുന്നത്. അപ്പുവും മാളുവും ഒരേ സ്കൂളിലാണ്. അതാണ് അനിലയുടെ ധൈര്യവും. ചായ കുടിച്ചു കഴിഞ്ഞതും മാളുവിൻ്റെ മുടി രണ്ടു വശത്തേക്കും പിന്നിയിട്ട് കൊടുത്തു അനില. മാളുവിന് നല്ല നീണ്ട കറുത്ത മുടിയാണ്, അനിലയെപ്പോലെ തന്നെ. അതു കഴിഞ്ഞതും മാളുവാണ് അപ്പുവിൻ്റെ മുടി ചീകി ഒതുക്കി വെച്ചത്. ശേഷം ഒരു ചന്ദനക്കുറി കൂടി തൊട്ടുകൊടുത്തതും അപ്പു ഒരു സുന്ദരക്കുട്ടനായി. ഇപ്പോൾ എൻ്റെ അപ്പുക്കുട്ടൻ സുന്ദരക്കുട്ടനായല്ലോ. അതും പറഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ കവിളിൽ ഉമ്മ വയ്ക്കുന്ന മാളുവിനെ കണ്ടാണ് അനില ഉമ്മരത്തേക്ക് വന്നത്. അപ്പുവും മാളുവിൻ്റെ കവിളിൽ ചുണ്ടു ചേർക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടതും അനിലയുടെ മനസ്സ് നിറഞ്ഞു, ഒപ്പം കണ്ണും. തൻ്റെ മക്കളെന്നും ഈ സ്നേഹത്തോടെ തന്നെ ഇരിക്കണേ എന്ന് ആ അമ്മ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു. രണ്ടു പേർക്കും മുട്ട പൊരിച്ചതും ചമ്മന്തിയും വെക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ചോറ് മുഴുവൻ കഴിക്കണം. അവർക്ക് കൊണ്ടുപോകാനുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റും വെള്ളക്കുപ്പിയും കൂട്ടത്തിൽ മുട്ട പൊരിച്ചതും ചമ്മന്തിയും വെച്ച പാത്രവും രണ്ടാളുടെയും ബാഗിലേക്ക് വെച്ചുകൊണ്ട് അനില പറഞ്ഞു.
അതിനിടയ്ക്ക് മക്കൾക്ക് ഓംലെറ്റ് കൂടി ഉണ്ടാക്കിയിരുന്നു അവൾ. ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ചോറും കറിയും അവിടുന്ന് കിട്ടും. ഒരേ സ്കൂൾ ആയതുകൊണ്ട് തന്നെ മാളുവിൻ്റെ ഒരു കണ്ണ് എപ്പോഴും അവളുടെ അനിയൻ്റെ പിന്നാലെ ഉണ്ടാകും. എല്ലാം കഴിഞ്ഞ് വണ്ടി വരാൻ കാത്ത് ഉമ്മറത്തിരിക്കുമ്പോഴാണ് രമേശൻ ഉറക്കമെഴുന്നേറ്റ് വരുന്നത്. അച്ഛനെ കണ്ടതും അപ്പുവും മാളുവും അനിലയ്ക്ക് പിന്നിലേക്ക് ചെന്നു. അനില മക്കളെ രണ്ടുപേരെയും ഒന്ന് നോക്കി. അവരുടെ കണ്ണുകളിൽ അച്ഛനോടുള്ള പേടി നിറഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ മദ്യത്തിൻ്റെ കെട്ടിറങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പോൾ അയാൾ മക്കളെ ഉപദ്രവിക്കുകയില്ലെന്ന് അനിലയ്ക്ക് അറിയാമായിരുന്നു. ആ ധൈര്യം ഉണ്ടായിരുന്നു അവൾക്ക്. നിങ്ങൾക്ക് പോകാനായോ? അയാൾ അവരോട് ചോദിച്ചു. അതിന് എന്തു പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ അറിയാതെ രണ്ടുപേരും നിന്നു പരുങ്ങി. അവരൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് അയാളുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. അയാൾ സംശയത്തോടെ അവരെ ഒന്ന് നോക്കി. എന്തേ, ഇന്ന് പോകാനില്ലേ? അയാൾ വീണ്ടും ചോദിച്ചു. ഉണ്ട്, പോവാനുണ്ട്. വണ്ടി ഇപ്പോൾ വരും. മാളുവാണ് അത് പറഞ്ഞത്. അയാളൊന്ന് അമർത്തി മൂളി. അപ്പോഴും അവരയാളെ പേടിയോടെ നോക്കി നിൽക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയെന്നോണം അയാൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. രണ്ടാളും ഇവിടെ വാ. അയാൾ ഒരു പുഞ്ചിരിയോടെ തന്നെ അവർ രണ്ടുപേരെയും തൻ്റെ അരികിലേക്ക് വിളിച്ചു. അവർ പേടിച്ച് പേടിച്ച് അയാൾക്കരികിലേക്ക് ചെന്നു. ഇങ്ങ് അടുത്തേക്ക് വാ. തന്നിൽ നിന്നും കുറച്ച് അകലം വിട്ടു നിൽക്കുന്ന മക്കളെ കണ്ട് അയാൾ വീണ്ടും പറഞ്ഞു. മക്കൾ രണ്ടുപേരും രമേശന് അരികിലേക്ക് പതിയെ ചെന്നു. ചായ കുടിച്ചോ? രമേശൻ ചോദിച്ചു. മാളു അതിന് കുടിച്ചെന്ന് തലയാട്ടി. നീയോ അപ്പു? അപ്പു ഒന്നും പറയാതെ രമേശനെ തന്നെ നോക്കി നിന്നപ്പോഴാണ് അപ്പുവിനോട് രമേശൻ അത് ചോദിച്ചത്. അതുകേട്ട് അപ്പു അയാളെ നോക്കി കുടിച്ചെന്ന് തലയാട്ടി. എന്തേ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നേ? മാളുവും അപ്പുവും അയാളെ തന്നെ നോക്കി നിന്നപ്പോഴാണ് രമേശൻ വീണ്ടും അത് ചോദിച്ചത്. അതുകേട്ട് അപ്പുവും മാളുവും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. എന്താണേലും പറഞ്ഞോ? രമേശൻ വീണ്ടും പറഞ്ഞു. അതുകേട്ട് മാളു അനിലയെ ഒന്ന് നോക്കി. അനില പക്ഷേ നിർവികാരതയോടെ ചുമര് ചാരി നിൽക്കുകയാണ് ചെയ്തത്. മാളു അനിലയെ ആണ് നോക്കുന്നതെന്ന് കണ്ട് രമേശന്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ തിരിഞ്ഞ് അനിലയെ നോക്കി. പക്ഷെ അവൾ ദൂരേക്ക് നോക്കി യാതൊരു വികാരവുമില്ലാതെയാണ് നിൽക്കുന്നത്. അയാൾ വീണ്ടും മാളുവിനെയും അപ്പുവിനെയും നോക്കി. എന്താ, അമ്മ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നോ? രമേശൻ ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ അയാളുടെ ശബ്ദത്തിന് കുറച്ചുകൂടി ഗൗരവം വന്നെന്ന് മാളുവിന് തോന്നി. ഇതിനു മുൻപ് അച്ഛൻ അമ്മയെ തല്ലിയത് മാളുവിന് ഓർമ്മ വന്നു. താനിപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അമ്മ എന്തെങ്കിലും പറഞ്ഞു തന്നതാണെന്ന് കരുതി അച്ഛൻ അന്നത്തേതുപോലെ അമ്മയെ വീണ്ടും തല്ലിയാലോ എന്ന് മാളു ഒരു നിമിഷം പേടിച്ചു. അതുകൊണ്ട് തന്നെ അവൾ പതിയെ പതിയെ പറഞ്ഞു. അത് അച്ഛൻ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ? അച്ഛൻ കുടിച്ചു വരുന്നത് ഞങ്ങൾക്ക് സങ്കടാ, ഞങ്ങൾക്ക് പേടിയാ. മാളു എങ്ങനെയോ രമേശനോട് പറഞ്ഞു. അച്ഛൻ വഴക്കു പറയുമോ എന്ന് പോലും മാളു ഭയന്നു.